ഹായ്, വെൽക്കം ടു പിറ്റാപ്പിളി ഏജൻസീസ് കോഴിക്കോട്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഒരു സിംഗിൾ ഡോർ ഫ്രിഡ്ജായിട്ടാണ്. സിംഗിൾ ഡോർ ഫ്രിഡ്ജിൽ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയാലോ? വാ. സിംഗിൾ ഡോർ ഫ്രിഡ്ജുകളിൽ ഫ്രീസറിന്റെ സൈഡിലായിട്ട് ഇതുപോലൊരു നോബ് കാണാം. ഇതിന്റെ സെന്ററിൽ ഒരു ബട്ടൺ ആണ്. നമ്മൾ ഫ്രീസർ കുറച്ച് ദിവസങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ കട്ട പിടിക്കുന്നതായിട്ട് കാണാം, ഐസ് നിറഞ്ഞു കിടക്കുന്നതായിട്ട് കാണാം. ആ ഐസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടൺ കൊടുത്തിട്ടുള്ളത്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഈ ഐസ് എല്ലാം മെൽട്ടായി ഈ ബാക്ക് കാണുന്ന ഈ ഫ്രിഡ്ജിന്റെ ബാക്കിൽ കാണുന്ന ഈ ട്രേയിലേക്കായിരിക്കും വെള്ളമായിട്ട് പോകുന്നുണ്ടാവാം. അതുപോലെ തന്നെ ഈ നോബിന്റെ സൈഡിൽ 1 2 3 4 5 എന്നോ അല്ലെങ്കിൽ സമ്മർ, മൺസൂൺ, വിന്റർ എന്നോ മെൻഷൻ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഇത് നമ്മളെ ക്ലൈമറ്റിനനുസരിച്ച് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നിർബന്ധമായിട്ടും അത് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ ഡീഫ്രോസ്റ്റിന്റെ കാര്യമാണെങ്കിലും വീക്ക്ലി വൺസ് തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒന്നാണ്. മറ്റൊരു കാര്യമാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഈ ബീഡിങ് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ കുറച്ച് കാലങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ബീഡിങ്ങിന്റെ അകത്ത് ഫുള്ള് കറകളായിരിക്കും, കറുത്ത കളറിലുള്ള സ്റ്റെയിൻസും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. ഈ ബീഡിങ് നല്ല റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ക്ലോത്ത് കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ ബ്രഷ് കൊണ്ടോ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് കൊണ്ടോ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതുപോലെ തന്നെ ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇനി നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 1-2 കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഫ്രീസർ കട്ട പിടിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡീഫ്രോസ്റ്റ് ബട്ടൺ തന്നെ പ്രസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും കത്തിയോ സ്പൂണോ അതുപോലുള്ള മുനയുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കുക. ഐസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് ലീക്കേജും കാര്യങ്ങളും വരും. അപ്പൊ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പലർക്കും അറിയാത്ത ഒരുപാട് പേരുണ്ട്. അവർക്കൂടെ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഹോം അപ്ലയൻസസിനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പിറ്റാപ്പിളി ഏജൻസീസായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നമ്മുടെ ഷോറൂം ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് എരഞ്ഞിപ്പാലം മിനി ബൈപ്പാസ് റോഡിലാണ്. അതുപോലെ തന്നെ നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പിറ്റാപ്പിളി ഏജൻസീസ് എന്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും നറുക്കെടുപ്പിലൂടെ നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത് ടാറ്റ ടിയാഗോ EV ആണ്. കൂടാതെ കമ്പനി തരുന്ന വാറണ്ടികൾക്ക് പുറമെ നിങ്ങൾക്ക് അഡീഷണൽ വാറണ്ടി സൗകര്യം പിറ്റാപ്പിളിയിൽ ലഭ്യമാണ്. സോ തീർച്ചയായിട്ടും ആ ഒരു ഓഫറും കൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ എല്ലാ ഫിനാൻസ് ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ്. ക്രെഡിറ്റ് കാർഡ് EMI അവൈലബിൾ ആണ്. ക്രെഡിറ്റ് കാർഡ് EMIസിലെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ അഡീഷണൽ അത്യാവശ്യം നല്ല എമൗണ്ട് തന്നെ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും. സോ ഈ ഒരു അവസരം മിസ്സാക്കരുത്. നമ്മുടെ ഷോറൂമിൽ സന്ദർശിച്ചോളൂ. തീർച്ചയായിട്ടും നല്ല ഡിസ്കൗണ്ട് ഉണ്ടാവും, നല്ല പ്രൈസിംഗ് ആയിരിക്കും, ബെറ്റർ സർവീസ് ആയിരിക്കും. ഓക്കെ, എല്ലാവർക്കും വെൽക്കം.